വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു സ്നാക്ക് ഐറ്റമാണ്. വളരെ പോപ്പുലറായിട്ടുള്ള കേരള മിക്സ്ചർ. ഇത് നല്ല സ്പൈസിയാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഈ മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം കടലമാവാണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. കടലമാവ് ഒന്ന് ഇടഞ്ഞെടുക്കാം. കടലമാവിൽ ഒരുപാട് കട്ട ഉണ്ടാവും, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും ഒന്ന് തള്ളിയെടുക്കുക, സിഫ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ആദ്യം ഒരുപാട് ഒഴിക്കില്ല, നമുക്ക് വല്ലാണ്ട് ലൂസായി പോകും കടലമാവ്. അതുകൊണ്ട് ഗ്രാജുവലി ആഡ് ചെയ്താൽ മതി. ഞാൻ 1/4 കപ്പ് ഒഴിച്ചു, കൂടാതെ കുറച്ചും കൂടെ ആഡ് ചെയ്തു. നമുക്ക് ഈ ഒരു അയവാണ് വേണ്ടത്. ഒരുപാട് ലൂസായി പോയല്ല. ഇൻ കേസ് ലൂസായി പോയാൽ കുറച്ച് കടലമാവ് ഇട്ട് ടൈറ്റാക്കി എടുക്കുക. ഇത് ഒത്തിരി ടൈറ്റും അല്ല, ഒത്തിരി ലൂസും അല്ല, ഒരു പരുവത്തിൽ. നമ്മളെ ഇടിയപ്പത്തിൻ്റെ അച്ച്, അതിൽ ചെറിയ ഹോൾസ് ഉള്ള ഇതാണ് ഇട്ടേക്കുന്നത്, മോൾഡായിട്ടേക്കുന്നത്. ഇതിനകത്തേക്ക് ഒഴിക്കാം. നമ്മളിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. 1.5 കപ്പ് കടലമാവിൻ്റെ അളവിലാണ് ഉണ്ടാക്കുക. ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു പാൻ ഹീറ്റ് ചെയ്യാം. കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി, നമുക്ക് സേവ് ഉണ്ടാക്കിയെടുക്കാം. ടേൺ ചെയ്ത് മറ്റേ സൈഡ് ഇതുപോലെ ചെയ്തെടുക്കുക. പെട്ടെന്നാവും, 1-2 മിനിറ്റിനകം സേവ് കുക്ക്ഡാവും. ഞാൻ ഈ മിക്സർ ഉണ്ടാക്കാൻ പഠിച്ചത് എൻ്റെ അമ്മയെന്നാണ്. അമ്മ ഞങ്ങളുടെ ചെറുപ്പത്തിൽ തൊട്ട് എപ്പോഴും മിക്സർ ഉണ്ടാക്കുമായിരുന്നു. അപ്പം അങ്ങനെ അമ്മ ചെയ്യുന്നത് കണ്ട് പഠിച്ചേക്കുന്നതാണ്. ഒരുപാട് കളറ് ബ്രൗൺ ആക്കാതെ എടുക്കുക. ഇതേപോലെ ബാക്കിയുടെ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ സേവ് എല്ലാം വറുത്ത് കഴിഞ്ഞു. ഇനിയും അടുത്തതെന്ന് പറഞ്ഞാൽ പൊട്ടുകടല. ഇവിടെ ഒരു 1/2 കപ്പാണ് എടുത്തേക്കുന്നത്. പൊട്ടുകടല എപ്പോഴും മിക്സർ നല്ലൊരു ഫ്ലേവർ തരും. അപ്പോൾ പൊട്ടുകടല 1/2 കപ്പിനകത്തേക്ക് ആഡ് ചെയ്യാം. പേഴ്സണലി എനിക്ക് പൊട്ടുകടലയും കപ്പലണ്ടിയും ഒരുപാടുള്ളത് ഇഷ്ടമാണ് മിക്സ്ചറിൽ. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് കപ്പലണ്ടിയും പൊട്ടുകടലയും നന്നായിട്ട് ഇടും മിക്സ്ചറിൽ.
ക്രിസ്പ് ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. പൊട്ടുകടലയും നന്നായിട്ട് മൂത്തു, മാറ്റാം. പൊട്ടുകടലയും നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി. ഇനി ഇതിലേക്ക് കപ്പലണ്ടി ഞാൻ 3/4 കപ്പ് കപ്പലണ്ടിയാണ് എടുത്തേക്കുന്നത്. വറക്കാത്ത കപ്പലണ്ടിയാണ്, അതുകൂടെ ആഡ് ചെയ്യാം. നന്നായിട്ട് മൂക്കുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ കപ്പലണ്ടിയും ഓൾമോസ്റ്റ് മൂത്തു. ഇനി നമുക്കിതിനകത്തേക്ക് ബാക്കിയുള്ള വറക്കാനുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇടാം. ഒരു 3 ഡ്രൈ ചില്ലി എടുത്തേക്കുന്നത്, അതൊന്ന് കീറിയിടാം. ഒരു പിടി കറിവേപ്പില, ഇതെല്ലാം കൂടെ വറുത്ത് വരിക. കറിവേപ്പില നല്ല ഫ്ലേവറാണ് മിക്സറിനകത്ത്. ഞാൻ ഇച്ചിരി കൂടുതലാണ് ഇടുന്നത്. ഇത്രയും കറിവേപ്പില ഇഷ്ടമല്ലെങ്കിൽ കുറയ്ക്കുക. മിക്സറിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഇച്ചിരി വലിയ ബോൾ എടുക്കാം. ആദ്യം നമുക്ക് സേവ് ഒന്ന് പൊടിച്ചിടുക. ഇനിയും ഇതിലേക്ക് പൊട്ടുകടല വറുത്തത്, കപ്പലണ്ടി, കറിവേപ്പില, പച്ചമുളക്. ഇനി നമ്മുടെ ഫ്ലേവറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മുളക് പൊടി ഇടും. മുളക് പൊടിയും കായംപൊടിയാണ് ഇതിൻ്റെ ഫ്ലേവർ. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി ഞാൻ 1.5 ടീസ്പൂണാണ് ഇടുന്നത്. ഇപ്പം എപ്പോഴും കുറേശ്ശെ ഇട്ടിട്ട് വേണമെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കായംപൊടി, ഇത് കോമ്പൗണ്ടഡ് അസഫോറ്റിഡയാണ് ഉപയോഗിച്ചേക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എപ്പോഴും മിക്സ് ചെയ്ത ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി വലുതായിട്ടുള്ള വേപ്പിലൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിക്കുക. കൈ വെച്ചൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം, നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവാനായിട്ട്. ഈ മിക്സർ നന്നായിട്ട് ഞാൻ എല്ലാം മിക്സ് ചെയ്തു. ടേസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ്. എരിവ്, കായത്തിൻ്റെ ഫ്ലേവർ, ഉപ്പ് എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ചില്ലി പൗഡറും കായംപൊടിയൊക്കെ ഇടുമ്പോൾ, ഉപ്പും ഒക്കെ ഇടുമ്പോൾ ഗ്രാജുവലി ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അളവ് അത്രയും വേണ്ട എങ്കിൽ അതിനനുസരിച്ച് ഇട്ടിട്ട് ഗ്രാജുവലി ആഡ് ചെയ്ത് ടേസ്റ്റ് ചെക്ക് ചെയ്ത് ആഡ് ചെയ്താൽ മതി. ഈ ഒരു അളവിൽ നമുക്ക് ഏകദേശം ഒരു 350 ഗ്രാം, കുറച്ചും കൂടെ കൂടുതൽ കാണും. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് 2-3 ആഴ്ച നന്നായിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയാൽ നന്നായിട്ടിരിക്കും, ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ട്രൈ ഔട്ട് ചെയ്യുക. ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.